ശ്രീജിത്ത് ശ്രീകുമാരൻ തുടരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത് പറയൂ. ദിലീപ് കുമാർ, ഇത് അല്പസമയം മുൻപാണ് തെക്കേ ഗോപുരനട തുറന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അത് സ്വാഭാവികമായി നമുക്കെല്ലാം വേദന തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പൂരം വളരെ സുഗമമായി അല്ലെങ്കിൽ വർണ്ണാഭമായി തന്നെ നടത്തുമെന്നാണ് പൂരപ്രേമികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇത്തരത്തിൽ ആഘോഷം. അത് കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് അത്തരത്തിലുള്ള ആഘോഷം തുടങ്ങിയതാണ്. ആ പൂരത്തിന്റെ ആഘോഷം ഒരുക്കാനുള്ള ആ ഒരുക്കമാനങ്ങൾ തുടങ്ങിയതാണ്. സ്വാഭാവികമായി ഒരുപാട് പേരുടെ ഒരു വർഷത്തെ പ്രയത്നമാണ്. അതൊരു ദുരന്തത്തിന്റെ ചെന്ന് അവസാനിച്ചു എന്ന കാര്യം തർക്കമില്ല. പക്ഷേ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രൗഢി കുറച്ച് പക്ഷേ ആർഭാടം കുറച്ച് പ്രൗഢി ഒട്ടും കുറയാതെ ഇത്തരത്തിൽ ഈ പൂരം നടത്തുക എന്നത് തന്നെയാണ് ഇരു കൂട്ടരുടെയും തീരുമാനം. സാമ്പിൾ വെടിക്കെട്ട് ഉപേക്ഷിച്ചിരുന്നു. വെടിക്കെട്ട് ഇത്തവണ പൂരം വെടിക്കെട്ട് ഉണ്ടാവുകയുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പൂരം വെടിക്കെട്ടില്ലെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഈ പൂരത്തിന്റെ ആവേശം ഒട്ടും കുറയ്ക്കാതെ തന്നെ തങ്ങളുണ്ട് ഇതിനു കൂടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി ജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എറണാകുളം ശിവകുമാർ, നമുക്കറിയാം വലിയ ഫാൻ ബേസ് ഉള്ള തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ പോലെ തന്നെ വലിയ ഫാൻ ബേസ് ഉള്ള ആനയാണ്. ആ ആനയെ കാണാൻ രാവിലെ കൊല്ലം അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലകളിൽ നിന്നടക്കം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച കണ്ടു. അവരെല്ലാവരും തന്നെ ഈ ആനയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ തൃശ്ശൂർ പൂരം മേളത്തിന് മേളം അല്ലെങ്കിൽ പഞ്ചവാദ്യത്തിന് പഞ്ചവാദ്യം, ആനയ്ക്കാന, വെടിക്കെട്ടിന് വെടിക്കെട്ട്, കുടമാറ്റത്തിന് കുടമാറ്റം, അങ്ങനെയൊക്കെയാണ് തൃശ്ശൂർ പൂരം. അതിൽ വെടിക്കെട്ടും കുടമാറ്റവും ഒഴിച്ചു വെച്ചാൽ മറ്റു തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് എന്നാണ് സംഘാടകർ, അതിൻ്റെ പ്രധാനപ്പെട്ട 2 ഘടകക്ഷേത്രങ്ങളായ സംഘാടകരായ പാറമേക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടിയും അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടിന്റെ സമയത്ത് സാമ്പിൾ വെടിക്കെട്ടിന് അനുമതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരമായി ആചാരപരമായ ഒരു കതിന പൊട്ടിച്ച് ആ സാമ്പിൾ വെടിക്കെട്ട് തങ്ങൾ ഇക്കുറിയും ഉണ്ട്, ഇവിടെ പൂരം നടക്കുന്നുണ്ട് എന്ന പ്രഖ്യാപനം അവർ പാറമേക്കാവ് നടത്തിയിരുന്നു. തിരുവമ്പാടി പക്ഷേ അതിന് മുതിർന്നില്ല. കാരണം അവരുടെ കുറേ ആളുകളാണ്, അവരുടെ ലൈസൻസിയാണ് ഇത്തരത്തിൽ ഈ ഒരു ദുരന്തത്തിൽ പെട്ട് മരിച്ചു പോയിരിക്കുന്നത്. അവരുടെ ആളുകളാണ്. തിരുവമ്പാടി വിഭാഗത്തിന്റെ ആഘോഷ കമ്മിറ്റി നമ്മളെ ഇത്തരത്തിൽ വർണ്ണവിസ്മയമൊക്കെ തീർക്കാൻ വേണ്ടി ഈ മുണ്ടത്തിക്കോട് സതീശനെയും സംഘത്തെയും സഹായിക്കാൻ പോയ ഗിരീഷ്, തിരുവമ്പാടിയിലെ ഗിരീഷ് അടക്കം ഉള്ള ആളുകളാണ്. അവർക്കാണ് ജീവൻ നഷ്ടമായത്. അപ്പോൾ തിരുവമ്പാടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരിക തലം കൂടിയാണ്. സ്വാഭാവികമായി അവർ ആ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇന്നലെ രാത്രിയൊന്നും വർണ്ണപ്പന്തൽ പോലും അവർ ഇട്ടിരുന്നില്ല. ദുഃഖാചരണമായിരുന്നു ഇന്നലെ രാത്രി പൂർണ്ണമായി ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി അതെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഇന്നു മുതൽ ചമയ പ്രദർശനം, ഈ പൂര വിളംബരം കഴിഞ്ഞാൽ തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം ആരംഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.